പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലായിട്ടുള്ള മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്യാനുള്ള പ്രകോപനം എന്ന് പറയുന്നത് ADGP ആയിരുന്ന S ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് DGP ആയി അല്ലെങ്കിൽ DGP റാങ്കിലേക്ക് അയാൾക്ക് പ്രൊമോഷൻ കിട്ടിയ സമയത്ത് അയാളെ ന്യായീകരിച്ചുകൊണ്ട് 2 വീഡിയോ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറി ചെയ്തിരുന്നു. അതിൽ ഒരെണ്ണത്തിൻ്റെ പേര് ഒരു DGPയുടെ അവസ്ഥ ദയനീയം, ഒരാളോടും ആരും ഇങ്ങനെ ചെയ്യരുത് എന്നാണ്. അത് 4-5 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വേറൊരു വീഡിയോയും കൂടി ഷാജൻ സ്കറിയ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ADGP അയാളുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അയാളൊരു അധമനാണെന്നും അയാൾ പോലീസിൻ്റെ ഉന്നതങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരിൽ വെച്ച് ഏറ്റവും മോശക്കാരിൽ ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തത്. സുഹൃത്തുക്കളെ, ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിനിടയിൽ ഈ ശ്രീജിത്തിനെ ന്യായീകരിക്കാൻ ഷാജൻ സ്കറിയ പറഞ്ഞ ഒരു വിഷയം സംബന്ധിച്ച് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ വിഷയത്തിലുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ വീഡിയോയിൽ ഷാജൻ സ്കറിയ ഏതാണ്ട് ഒരു 11 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പാലത്തായിലെ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയം എന്ന് പറയുന്നത് പാലത്തായിലെ ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു 10 വയസ്സും 9 മാസവും പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഈ പപ്പൻ മാഷ് എന്ന് പറയുന്ന ആ സ്കൂളിലെ അധ്യാപകൻ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ്. പത്മരാജൻ എന്നാണ് അയാളുടെ പേര്. 2020-21 മറ്റാണ് ഉയർന്നു വന്നിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാജൻ സ്കറിയ ചില പരാമർശങ്ങൾ അതിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യും എന്ന് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അതിലെ ഷാജൻ സ്കറിയ പറഞ്ഞത് ആ പീഡന കേസിനകത്ത് യാതൊരു കാര്യവുമില്ല, അതെല്ലാം പൊട്ടത്തെറ്റും പച്ച കള്ളവുമാണ്. അത് ഈ പത്മരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അധ്യാപകനെ കുരുക്കാൻ വേണ്ടിയുള്ള ഒരു കേസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാജൻ ആ പരാമർശങ്ങൾ ആ വീഡിയോയിൽ നടത്തിയത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തുടക്കം എന്നുള്ള നിലയിൽ ഷാജൻ സ്കറിയ ആ വീഡിയോയിൽ എന്താണ് ഈ പാലത്തായി കേസിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് കേൾക്കാം. പാലത്തായി പീഡന കേസ് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല പത്മനാഭൻ മാഷിനെതിരെ. പക്ഷേ ഒരു പരാതിയുണ്ട്. അതിന് പരാതി മുഴുവൻ പരിശോധിക്കുമ്പോൾ, കൗൺസിലർമാരെ കാണുമ്പോൾ, തെളിവെടുക്കുമ്പോൾ ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് ഒരാൾ ഒരു സംശയം ചോദിച്ചപ്പോൾ അത് തുറന്നു പറഞ്ഞു. ആ ഓഡിയോ ക്ലിപ്പ് ലീക്കായി. ഇത് മനഃപൂർവ്വം BJP-കാരനായ പത്മനാഭൻ മാഷെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിച്ചു. ഇപ്പോൾ അവർ പറയുന്നത് വിചാരണ കോടതി ശിക്ഷിച്ചല്ലോ എന്നാണ്. വിചാരണ കോടതി ശിക്ഷിച്ചതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പോക്സോ നിയമം അങ്ങനെയാണ്. ഉറപ്പായും ആ കേസിൽ പത്മനാഭൻ മാഷിനെ കുറ്റവിമുക്തനാക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സുഹൃത്തുക്കളെ, കേട്ടല്ലോ. അത് സംബന്ധിച്ച് യാതൊരു തെളിവുമില്ല, അതെല്ലാം പൊട്ടത്തെറ്റും പച്ചക്കള്ളവുമാണ് എന്നാണല്ലോ ഷാജൻ സ്കറിയ ഇപ്പം വിശദീകരിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്കിനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പശ്ചാത്തല വിവരങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് ചർച്ച ചെയ്യാറുണ്ട്. കാരണം ഈ കേസും ഈ ശ്രീജിത്തുമായി അഭേദ്യമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേസിൽ ഒന്നുമില്ല, എല്ലാം പൊട്ടത്തെറ്റാണ്, പച്ചക്കള്ളമാണ്, ഇതിനകത്ത് പോസ്കോ കേസൊന്നുമില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നുണ്ട്, കുറച്ച് വിശദീകരിച്ച് ഞാൻ പോകുന്നുണ്ട്. ഷാജൻ ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ഇന്ന് തെളിയിക്കുന്നുണ്ട്. അതിനുമുമ്പ് എനിക്ക് പശ്ചാത്തലമായി പറയാനുള്ളൊരു കാര്യം, ഈ കേസുണ്ടായ സമയത്ത് ഈ കേസിൻ്റെ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത് അന്ന് IG മറ്റോ ആയിരുന്ന S ശ്രീജിത്ത് ആയിരുന്നു. അദ്ദേഹമാണ് ഈ കേസിന് മേൽനോട്ടം വഹിച്ചത്. അന്വേഷിച്ച DYSP ആയിരുന്നെങ്കിൽ മേൽനോട്ടം വഹിച്ചത് അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ കേസിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണൂരിൽ നിന്നെങ്ങാണ്ടുള്ള ഒരു മനുഷ്യൻ ഈ ശ്രീജിത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഫോണിൽ വിളിക്കുന്നു. ഫോണിൽ വിളിക്കുമ്പോൾ ശ്രീജിത്ത് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടിയും ഫോൺ സംഭാഷണവും സോഷ്യൽ മീഡിയയിൽ വന്നു. അത് വൈറലായി. അതിപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്.
അത് ഞാൻ കേൾപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രേക്ഷകരെ, എൻ്റെ ചില ഭാഗങ്ങൾ. അപ്പോൾ 16 മിനിറ്റുള്ള ഒരു സംഭാഷണമാണ്, അതിൽ ചില ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. എങ്കിൽ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു സാധാരണക്കാരനാണ് ശ്രീജിത്തിനെ വിളിക്കുന്നത്. ശ്രീജിത്ത് അപ്പോൾ കേസിന് മേൽനോട്ടം വഹിച്ചു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ശ്രീജിത്ത് ആ സാധാരണക്കാരനോട്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഒരിക്കലും ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാധാരണക്കാരനോട് സംസാരിക്കാൻ പാടില്ല. കാരണം അന്വേഷണം പരസ്യമായി നടക്കുന്ന ഒരു അന്വേഷണമല്ല, ഒരു പീഡന കേസാണല്ലോ. ഒരു സ്കൂളിൽ പഠിക്കുന്ന 10 വയസ്സും 9 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പീഡന കേസായതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യം പുറത്ത് പറയാൻ പാടില്ല. പക്ഷേ ശ്രീജിത്ത് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ശ്രീജിത്ത് അയാളോട് ഈ കേസിനകത്തൊന്നുമില്ല എന്നും ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ മൊഴി പരിപൂർണമായി തെറ്റാണെന്നും ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അസംബന്ധങ്ങളാണെന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്നും അതുകൊണ്ട് ഈ കേസിൽ പോസ്കോ ആക്ട് പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ല എന്നും കാര്യകാരണ സഹിതം ഈ കേസിൻ്റെ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിച്ച അന്ന് IG മറ്റോ ആയിരുന്ന ശ്രീജിത്ത് പറയുന്നതിൻ്റെ ഓഡിയോ ആണ് പുറത്തു വന്നത്. ഒരു സാധാരണക്കാരൻ, അത് 16 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്, ഒരു ഓഡിയോ ആണ്. പക്ഷേ അത് പൂർണ്ണമായും ഞാൻ എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിലൊരു 4-5 മിനിറ്റ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഇപ്പോൾ ഒന്ന് കേൾപ്പിക്കാൻ പോവുകയാണ്. ഹലോ സാർ. ഹലോ. ഹലോ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് മുഹമ്മദ് ഹാദി എന്നാണ്. പറയൂ മുഹമ്മദ്. സാറിലെ പോലത്തെ സാറിന്റെ കീഴിലുള്ള ടീംസ് അല്ല അന്വേഷണം നടത്തിയത്? അതെ, എന്റെ കീഴിലുള്ള ടീമാണ് അന്വേഷണം നടത്തിയത്. പറയൂ. അതെന്താണ് ഇപ്പൊ പ്രതിക്ക് ജാമ്യം കിട്ടിയല്ലോ, ജാമ്യം കിട്ടേണ്ട വകുപ്പല്ലല്ലോ അത്? നിങ്ങൾ ആ കേസ് മുഴുവൻ പഠിച്ചോ മുഹമ്മദ്? നമ്മൾ പഠിച്ചത് ആ പോക്സോ കേസിന്റെ നിയമം അനുസരിച്ച് ഒരു ഞാൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ ചുരുങ്ങിയ 20 വർഷം പണിഷ്മെന്റ് ആണ്. അങ്ങനെയാണല്ലോ. ഞാൻ ചോദിച്ചതിന് സമാനം പറയൂ മുഹമ്മദ് ദേവിയെടുത്ത്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മനസ്സിലായത്? അങ്ങനെയാണ്. സ്കൂളിൽ വെച്ച് അധ്യാപകൻ പെൺകുട്ടി ഒരുപാട് വട്ടം പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടി തന്നെ പറഞ്ഞു. ആ ചെറിയ 4 ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി തന്നെ പറഞ്ഞു. പോക്സോ കേസിന് ഈ കുട്ടി പറയുന്ന ദിവസം മാഷ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. മാഷ് പീഡിപ്പിച്ചെന്നാണ് കുട്ടി പറയുന്നത്. മാഷ് ഞാൻ ചോദിച്ചത്, കുട്ടി പറഞ്ഞ ദിവസങ്ങൾ കുട്ടി 2 മൊഴി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. 2 തവണ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഒന്ന് FI മൊഴി, ഒന്ന് കുട്ടി കൊടുത്ത 164. മജിസ്ട്രേറ്റിന് നമുക്ക് കൊടുത്ത മൊഴി ഞങ്ങൾക്ക് മാറ്റാനോ പിടിക്കാനോ പറ്റില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഹലോ. ഹലോ, കുട്ടി പീഡിപ്പിച്ചെന്നല്ലേ മൊഴി കൊടുത്തത്? കേൾക്കൂ, കുട്ടി പീഡിപ്പിച്ചെന്ന് മൊഴി കൊടുത്തു. പക്ഷെ കുട്ടി പറഞ്ഞ പല ദിവസങ്ങളിലും പീഡിപ്പിച്ചത് ആദ്യം പറഞ്ഞത് 15-ാം തീയതിക്ക് മുമ്പ് മാഷ് പീഡിപ്പിച്ചു എന്നാണ്. ജനുവരി മാസത്തിലെ 2ാമത്തെ ആഴ്ച 15-ാം തീയതിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 4-നും 14-നും ഇടയ്ക്ക്. അതെ. അപ്പൊ ഈ ദിവസത്തിൽ മാഷ് അവിടെ ഉണ്ടാവണ്ടേ? ആ സമയത്ത് മാഷ് അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഠിച്ചോന്ന് ചോദിച്ചതിന്റെ കാര്യമാണ്. മാഷ് ആ സമയത്ത് ലീവ് എടുത്തിട്ട് അയാള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയാണ്. അയാളുടെ സഹോദരിയുടെ ഹൃദയ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് എങ്ങനെ ഞാൻ പോക്സോച്ചപ്പോ ഈ കുട്ടി 14-ാം തീയതിക്ക് മുമ്പെന്ന് പറയുന്നൊരു ദിവസം മാഷ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതിന് ചാർജ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ അന്വേഷിച്ചോ? സാറെ, കുട്ടിയെ ഡേറ്റ് പറഞ്ഞു, ഇന്ന ദിവസത്തിനിടയിലാണ് പീഡിപ്പിച്ചതെന്ന്. കുട്ടി ഇങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്. കുട്ടി പറഞ്ഞത് 3 തവണ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അത് ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞത് 1 പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ്. കോടതിയിൽ പറയുന്നത് ആദ്യം പറഞ്ഞത് 1 പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ്. രണ്ടാമത് കൊടുത്ത വഴിയിൽ 3 ദിവസം പറഞ്ഞു. 15, 26, ഫെബ്രുവരി 2, 3 ദിവസം പറഞ്ഞു. അപ്പൊ ഈ 3 ദിവസം ഇത് നടക്കാനുള്ള സാഹചര്യം ബാക്കിയുള്ളവരുടെ മൊഴികളിൽ നിന്നും അധ്യാപകന്റെ CDR-ൽ നിന്നും, CDR എന്ന് പറഞ്ഞാല് മൊബൈൽ ടവർ ലൊക്കേഷൻ, മനസ്സിലാവുന്നുണ്ടോ? മൊബൈൽ ടവർ ലൊക്കേഷൻ, അയാൾ മറ്റു ചെയ്ത പ്രവർത്തികൾ, ഇതെല്ലാമായിട്ട് വിയോജിക്കണ്ടേ? ഇനി നിങ്ങൾ ആ നാട്ടുകാരല്ലേ, നിങ്ങൾ ആ കുട്ടിയുടെ ഒരു മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും മനസ്സിലായിക്കോളൂ. 15-ാം തീയതി കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് ബാത്റൂമിനകത്ത് കയറിയിട്ടാണ്. കേട്ടിട്ടുണ്ടല്ലോ? ബാത്റൂമിനകത്ത് ചേർന്നത് രാവിലെ 11:30-നും 11:40-നും ഇടയ്ക്കാണെന്നാണ് കുട്ടി പറയുന്നത്. ബ്രേക്കിന്റെ സമയം. ഈ ബ്രേക്കിന്റെ സമയത്ത് അധ്യാപകൻ ചെന്ന് അടച്ചിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ വാതിലിൽ മുട്ടുന്നു. കുട്ടി കുറ്റിയെടുക്കുന്നു. ഹലോ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്.
ഈ സ്കൂളിലെ ഈ ബാത്റൂമിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറ്റിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. അപ്പൊ 5 കുട്ടികൾ ഒന്നിച്ചു പോയിട്ട് ഒരു കുട്ടി പിടിച്ചു നിന്നിട്ടാണ് മറ്റു 4 കുട്ടികൾ ബാത്റൂമിൽ പോവുക. അതെല്ലാ കുട്ടികളും പറയുന്ന കാര്യം. അപ്പൊ ഒന്നാമത് കുറ്റി എന്ന് പറഞ്ഞത് തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമായി. കേട്ടല്ലോ. അടുത്ത കാര്യം, മാഷ് ബാത്റൂമിനകത്ത് കയറി ഷോള് കൊണ്ട് കുട്ടിയുടെ കൈ ബന്ധിച്ചു. കുട്ടിയുടെ മൊഴിയാണ്, ഞാൻ പറയുന്നതല്ല. എന്നതിന് ശേഷം മാഷിന്റെ മുണ്ടുരിഞ്ഞിട്ട് കുട്ടിയുടെ വാ മൂടിക്കെട്ടി. എന്നിട്ട് കുട്ടിയുടെ നഗ്ന ചിത്രം എടുത്തിട്ട് കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തു ഫോണില്. ഹലോ. അത് കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു, ഇത് പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നു കളയുന്നു. നോക്കി മാഷ് ഇറങ്ങിപ്പോയി. അപ്പൊ മാഷ മുണ്ട് എവിടെയാ? മുണ്ട് ഊരിയിട്ടുണ്ടാവുമല്ലോ. മുണ്ട് ഊരിയിട്ടും കുട്ടിയുടെ മുഖത്ത് കെട്ടിയിരിക്കുകയാണ്, മനസ്സിലാക്കണം. എന്നിട്ട് ആവശ്യ നിർവഹണത്തിന് ശേഷം മുണ്ടൂരിയിട്ടുണ്ടാവല്ലോ. മുണ്ടൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. മുണ്ടൂരിയിട്ടില്ല, കുട്ടിയാണ് പിന്നെ വളരെ കഷ്ടപ്പെട്ട് മുണ്ടൂരുന്നത്. കുട്ടിയുടെ മൊഴി പ്രകാരേ എന്ന് പറഞ്ഞ മാഷ് ഇറങ്ങി പോയപ്പോ മുണ്ടില്ലാതെ പോയി എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചെറിയ 4ാം ക്ലാസ്സിലെ കുട്ടി പറയും, നമുക്കിത് മനസ്സിലാക്കി കൊടുക്കാറേ. നോക്ക് സുഹൃത്തെ, ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം, 5 കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിച്ച 2 ഓഡിയോകൾ ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ പാലത്തായി കേസ് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ്, പൊട്ടത്തെറ്റാണ്, പച്ചക്കള്ളാണ്, അതിനകത്തൊന്നുമില്ല എന്നുള്ള മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്ക്രേയുടെ ഓഡിയോ. 2, ഈ കേസിൽ പോസ്കോ കേസ് നിലനിൽക്കില്ല എന്ന് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്ന ശ്രീജിത്ത് പറഞ്ഞ ഓഡിയോയുടെ ഒരു ഭാഗം. ഇത് രണ്ടും ഞാൻ കേൾപ്പിച്ചല്ലോ. സുഹൃത്തുക്കളെ, പിന്നീട് ചില സംഭവങ്ങൾ ഇതിനകത്ത് നടന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആ കേസ് കേട്ടു. ആ കേട്ടിട്ട് ഹൈക്കോടതി കേസുമായി ഈ പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിൽ പോയതെന്താണെന്ന് വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം, ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവരെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിൽ പോയത്. ആ കേസ് ഹൈക്കോടതി കേട്ടു. ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥ സ്ഥാനത്ത് നിന്ന് ശ്രീജിത്തിനെ മാറ്റി. പുതിയ ഒരു അന്വേഷണ സംഘം. സുഹൃത്തുക്കളെ, ആ അന്വേഷണ സംഘം കേസ് വിശദമായി അന്വേഷിച്ചു. എനിക്കൊന്ന് മുമ്പ് ഞാൻ പറയേണ്ടത്, പി വി കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ചാണ് ഈ ശ്രീജിത്തിനെ ഈ അന്വേഷണ ഉദ്യോഗ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞത്. അത് 2020 ഒക്ടോബർ 20-നാണ് അതിൻ്റെ വിധിന്യായം വന്നത്. അതിനെക്കുറിച്ച് തുടർന്ന് പുതിയ അന്വേഷണ സംഘം വന്നു. അവർ ഈ കേസ് അന്വേഷിച്ച് അതിൻ്റെ വിചാരണ കഴിഞ്ഞു. വിചാരണ കഴിഞ്ഞ് നവംബർ 2025 നവംബർ 23 2025 നവംബർ 14-ാം തീയതി ഈ കേസിലെ വിധി തലശ്ശേരി സ്പെഷ്യൽ ജഡ്ജി, ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ ജഡ്ജി ജലജ റാണി MT അവർ പ്രഖ്യാപിച്ചു. സുഹൃത്തുക്കളെ, ആ വിധിന്യായമാണ് എൻ്റെ ഇരിക്കുന്നത്. ഏതാണ്ട് 151 പേജുള്ള ഒരു വിധിന്യായമാണ്. സുഹൃത്തുക്കളെ, ആ വിധിന്യായത്തിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ 2ാമത്തെ പേജിൽ, 2ാമത്തെ 3ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത്, പത്മരാജൻ K എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിൻ്റെ പ്രതി. അയാൾക്കെതിരെ 376A, B, 376A ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. അയാളെ കുറ്റക്കാരനെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ കോടതി വിധിയിൽ പറയുന്നത്, ദ കൺവിക്ട് ഈസ് സെൻറ്റൻസ്ഡ് ടു അണ്ടർഗോ ഇംപ്രിസൺമെൻറ്റ് ഓഫ് ലൈഫ്. ദാറ്റ് മീൻസ് ദ റിമൈൻഡർ ഓഫ് ദ കൺവിക്ട്സ് ലൈഫ് ആൻഡ് ടു പേ ഫൈൻ ഓഫ് ₹1 lakh. അപ്പോൾ ഇയാളെ ജീവപര്യന്തത്തിന് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് മാത്രമല്ല, അയാളുടെ ബാക്കിയുള്ള അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾ ജയിലിൽ കഴിയണം എന്ന് പറയുന്നു. ദ കൺവിക്ട് ഈസ് ഓൾസോ സെൻറ്റൻസ് ടു അണ്ടർഗോ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ 20 years. അതായത് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും അനുവദിച്ചുകൊണ്ടാണ് ഈ കോടതി ഈ വിധി വിചാരണയ്ക്ക് ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ ഷാജൻ സ്കറി ഇത് കേൾക്കണം. ഇതിൽ പോസ്കോ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ ശ്രീജിത്തിൻ്റെ ഓഡിയോയുടെയും കൂടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രതിയായിട്ടുള്ള പപ്പൻ മാഷ് എന്ന് പറഞ്ഞ പത്മരാജന് മരണം വരെ ജീവപര്യന്തം, അല്ലെങ്കിൽ മീൻസ് ദ റിമൈൻഡർ ഓഫ് ദ കൺവിക്സ് ലൈഫ് എന്ന് മാത്രമല്ല, അയാൾ 20 വർഷം കഠിന തടവിനും കൂടി അയാളെ ശിക്ഷിച്ചുകൊണ്ടാണ് ഈ 151 പേജുള്ള ഈ വിധിന്യായം തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ ജലജ റാണി MT അവർ കൊണ്ടുവന്നത്. സുഹൃത്തുക്കളെ, ആ വിധിന്യായം തുടങ്ങുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്.
ഹൂസ് ബർത്ത് ആനിവേഴ്സറി ഫോൾസ് ഓൺ ദിസ് ഡേ എന്ന് പറഞ്ഞാൽ ഇയാളെ ജീവപര്യന്തത്തിന് ശിക്ഷിക്കുന്ന ഇതേ ദിവസമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ചിൽഡ്രൻ ആർ ലൈക്ക് ബഡ്സ് in a garden and should be carefully and lovingly nurtured as they are the future of the nation and the citizens of tomorrow. അവർ മുട്ടുകളാണ്, പൂമുട്ടുകളാണ്. അവരെ വളരെ കെയർഫുള്ളായിട്ടും വളരെ സ്നേഹത്തോടു കൂടിയും അവരെ വളർത്തിയെടുക്കണം. കാരണം അവർ പിന്നെ നാളത്തെ പൗരന്മാരും എന്താണ് രാജ്യത്തിൻ്റെ ഭാവിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധിന്യായം ആരംഭിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വിധിന്യായം വായിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഹൃദയഭേദകമാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഈ വിധിന്യായത്തിൽ എങ്ങനെയാണ് ഈ പത്മരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നരാധമൻ ഈ 10 വയസ്സും 9 മാസം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്നതിൻ്റെ അതിഭീകരമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ഈ ജലജ റാണിയുടെ ഈ വിധിയിൽ പല പേജിലുമുണ്ട്. എനിക്കത് സത്യം പറഞ്ഞാൽ 1-2 പിന്നെ പ്രാവശ്യത്തിൽ കൂടുതൽ എനിക്കത് വായിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഭീകരമായ രീതിയിലാണ് ഈ പത്മരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ ഈ കൊച്ചു പെൺകുട്ടിയെ ആ സ്കൂളിലെ ബാത്റൂമിലും അവിടെ വെച്ച് പീഡിപ്പിച്ചതിൻ്റെ വിശദാംശം വെച്ചാൽ ഹൃദയഭേദമാണ്, നമുക്ക് വായിക്കാൻ പറ്റില്ല. എനിക്കൊരു ദിവസം രാത്രി വായിച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റിയില്ല. എന്ന് മാത്രമല്ല, ഈ വിധിന്യായത്തിൻ്റെ 110-111 പേജുകളിൽ ശ്രീജിത്തിൻ്റെ അന്വേഷണ സംഘം കൊടുത്തിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഒരു തട്ടിപ്പായിരുന്നു എന്നാണ് പറയുന്നത്. ഓൺ ഗോയിങ് ത്രൂ ദി എക്സിബിറ്റ് 155, അതാണ് ശ്രീജിത്തിൻ്റെ അന്വേഷണ സംഘം കൊടുത്തത്. ഇറ്റ് വുഡ് ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ സെയിം ഈസ് ജസ്റ്റ് എ ഫാൾസ്. ഭയങ്കര തട്ടിപ്പാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഈ സമയപരിമിതി കൊണ്ട് ഞാൻ പോകുന്നില്ല. ആ പെൺകുട്ടിയെ ഈ അന്വേഷണത്തിൻ്റെ ഇടയിൽ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിലൂടെ എങ്ങനെയാണ് പീഡിപ്പിച്ചത്, എത്ര ദിവസം അവരെ കോടതി വരാന്തയിൽ അവരെ നിലനിർത്തി, മാനസികമായിട്ട് അവരെ എങ്ങനെയാണ് പീഡിപ്പിച്ചത്, അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഈ വിധിയിൽ ഇങ്ങനെ നിരന്തരം എഴുതി വെച്ചിരിക്കുക സുഹൃത്തുക്കൾ. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിൽ എനിക്ക് പോകാൻ വയ്യ. കാരണം എനിക്കതൊന്നും വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. എന്തായാലും ആ പെൺകുട്ടിയെ ഈ കൗൺസിലർമാർ പീഡിപ്പിച്ചത്, കോടതിയിൽ ചെന്നപ്പോഴത്തേക്കും അതിന് ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിച്ചത്, അതിനപ്പുറത്ത് ഈ നരാധമൻ ആ പെൺകുട്ടി എങ്ങനെയാണ് പീഡിപ്പിച്ചത്, അതൊക്കെ വിശദമായിട്ട് ഈ ജലജ റാണി അവരുടെ ഈ 151 പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്നിട്ട് അവർ അവസാനം 131 പേജിൽ 145 ഖണ്ഡികയിൽ അവർ പറയുന്നുണ്ട്, ഹാവിംഗ് കൺസിഡേർഡ് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ദിസ് കേസ് and in the light of the above said decisions rendered by the Honorable Supreme Court, അതായത് ഞാൻ മുകളിൽ വിശദീകരിച്ച സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിലും the convict who is found to have committed repeated aggravated penetrative sexual assault, ഞാനത് മലയാളത്തിൽ ഞാൻ തർജ്ജമ ചെയ്യുന്നില്ല, and rape on a minor girl who is his student taking advantage of her love and affection towards him. അയാളുടെ അയാളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. അയാളോടുള്ള സ്നേഹവും ബഹുമാനവുമെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് the convict is found to have committed repeated aggravated penetrative sexual assault and rape on a minor girl. ആലോചിച്ച് നോക്കണം. ഈ നരാധമനെയാണ് ഈ ഷാജൻ സ്കറിയ അയാളൊന്നും ചെയ്തിട്ടില്ല, അതിനകത്തൊരു തെളിവുമില്ല എന്ന് ഷാജൻ സ്കറിയ പറയുന്നത് മാപ്പ് കൊടുക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഷാജൻ സ്കറിയക്ക് നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമോ? ഈ പെൺകുട്ടിയാണ് പോസ്കോ കേസ് പോസ്കോ കേസ് ഈ കുട്ടിക്കെതിരെ നിലനിൽക്കില്ല എന്ന് എന്താണ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ നരാധമൻ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. 40 സാക്ഷികൾ, 92 എക്സിബിറ്റുകളുള്ള ഒരു കേസാണിത്. ബീയിങ് എ ടീച്ചർ അവർ പറയുകയാണ്, ആ വിധിന്യായത്തിലെ ന്യായാധിപ പറയുകയാണ്, ബീയിങ് എ ടീച്ചർ it is the responsibility and duty of the accused to teach the student the valuable words മാതാ പിതാ ഗുരു ദൈവം. ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ആ കുട്ടിയെ മാതാപിതാ ഗുരുദൈവം എന്ന അമൂല്യമായിട്ടുള്ള വാചകങ്ങൾ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് ഈ അധ്യാപകനായിട്ടുള്ള ഈ പത്മരാജൻ. when a teacher who is expected to be a guardian of virtue, trust, അതായത് ഒരു കുട്ടിയുടെ ഗാർഡിയൻ, വിശ്വാസം, അതെല്ലാം സൂക്ഷിക്കേണ്ട ഒരാൾ, and uses his position to sexually exploit a child
ഇറ്റ് ഈസ് എ സാക്രിലേജ് എഗൻസ്റ്റ് ദ വെരി കൺസെപ്റ്റ് ഓഫ് ഗുരു. ഗുരു എന്ന് പറയുന്ന കൺസെപ്റ്റിന് തന്നെ എതിരാണ് ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥിയെ പിന്നെ അവരുടെ അധ്യാപകൻ പീഡിപ്പിക്കുന്നത്. പിന്നെ ന്യായാധിപൻ പറയുകയാണ്, സച്ച് ആക്ട്സ് ഡെസറേറ്റ് ദ സാങ്ക്ടിറ്റി ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൻ്റെ സാങ്ക്ടിറ്റിയെ അതില്ലാതാവുന്നു. ആൻഡ് ദ ഫെയ്ത്ത് സൊസൈറ്റി പ്ലേസ് ഇൻ ഇറ്റ്സ് എഡ്യൂക്കേറ്റേഴ്സ്. Let every educator remember that teaching is not merely a profession but a solemn trust. അതൊരു പ്രൊഫഷൻ മാത്രമല്ല, അതൊരു വിശ്വാസവും കൂടിയാണ് എന്ന് എല്ലാ വിദ്യ കൊടുക്കുന്നവരും മനസ്സിലാക്കട്ടെ. ടു വയലേറ്റ് ദാറ്റ് ട്രസ്റ്റ് ഈസ് ടു ടേൺ ഡിവൈനിറ്റി ഇൻ ടു ഡിപ്രൈവിറ്റി. ആലോചിച്ച് നോക്ക്, ഡിവൈനിറ്റിയെ ഡിപ്രൈവിറ്റി ആയിട്ട് മാറ്റുകയാണ് ഇത് വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രൂ സ്പിരിറ്റ് ഓഫ് ഗുരു ലൈസ് നോട്ട് ഇൻ അതോറിറ്റി ബട്ട് ഇൻ പ്യൂരിറ്റി, എ പ്യൂരിറ്റി ഓഫ് മൈൻഡ്, പർപ്പസ് ആൻഡ് കണ്ടക്ട്. ആലോചിച്ച് നോക്ക്. By forgetting all above, the accused was sexually molesting his student who saw him as her lost father and God. So the accused did not deserve any leniency and he has to be dealt with adequate sentence. ഷാജൻ സ്കറിയ ഇത് കേൾക്കണം. ഷാജൻ സ്കറിയോടുള്ള പിന്നെ അവജ്ഞ കൊണ്ട് ഞാൻ പറയുന്നതല്ല, പക്ഷേ ഷാജൻ സ്കറിയ ഈ വാചകങ്ങൾ കേൾക്കണം. ബൈ ഫോർഗെറ്റിംഗ് ഓൾ ദി അബവ്, ദ അക്യൂസ്ഡ്, അതായത് ഷാജൻ സ്കറിയ വെറുതെ വിടുന്ന ഈ പത്മരാജൻ was sexually molesting his student. അയാളുടെ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. who saw him as her lost father and God. തൻ്റെ മരിച്ചുപോയ അച്ഛനായിട്ടും ദൈവമായിട്ടും കാണുകയാണ്. അതുകൊണ്ട് അയാൾക്ക് ഒരു ലീനിയൻസിയും കൊടുക്കണ്ട. ആൻഡ് ഹി ഹാസ് ടു ബി ഡെൽറ്റ് വിത്ത് ആഡിക്വേറ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾക്ക് മരണം വരെ ജീവപര്യന്തവും 20 വർഷത്തെ കഠിന തടവും ഈ ന്യായാധിപ ഈ ജലജ റാണി കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ 181 പേജിലൂടെ നീണ്ടുനിന്ന വിചാരണയിലൂടെ 40 സാക്ഷികളും 92 എക്സിബിറ്റും പരിശോധിച്ചിട്ടാണ് ഈ പാലത്തായി കേസിൽ പത്മരാജൻ എന്ന് പറഞ്ഞ നരാധമൻ, ആലോചിച്ച് നോക്കണം നമ്മൾ, തന്നെ ദൈവമായി കണ്ട, തന്നെ നഷ്ടപ്പെട്ട പിതാവായി കണ്ട തൻ്റെ വിദ്യാർത്ഥിയെ അതിഭീകരമായി പീഡിപ്പിച്ച് ഇയാൾക്ക് ജീവപര്യന്തം കൊടുത്തത് എന്ന് ഷാജൻ സ്കറിയെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കാണിച്ചത് ഏറ്റവും അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ്. 10 വയസ്സും 9 മാസം പ്രായമുള്ളൊരു പെൺകുട്ടിയെയാണ് ഈ പറയുന്ന ആൾ പീഡിപ്പിച്ചത്. ആ കേസിലാണ് ഒരു തെളിവുമില്ല എന്ന് നിങ്ങൾ തട്ടിമൂളിക്കുന്നത്. എന്തൊരു വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്, എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ കാണിക്കുന്നത്. ആ പെൺകുട്ടിയോട് ചെയ്യുന്നൊരു ക്രൂരതയല്ലേ യഥാർത്ഥത്തിൽ ഇത്. ആ കേസിലാണ് ഒരു തെളിവുമില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീജിത്ത് പച്ച പരസ്യമായി ഒരുത്തനോട് പിന്നെ ഫോണിൽ കൂടി പറയുന്നത്. ആലോചിച്ച് നോക്ക്. അതിപ്പോഴും സോഷ്യൽ മീഡിയ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ നരാധമനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ. ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഷാജനോടുള്ള പൂർണ്ണമായിട്ടുള്ള സ്നേഹബഹുമാനമൊന്നും കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഷാജൻ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ പരാമർശങ്ങൾ, ഞാൻ നേരത്തെ കേൾപ്പിച്ച പരാമർശങ്ങൾ, അത് പിൻവലിച്ച് സമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സമൂഹത്തോട് മാപ്പ് പറയണം. തൻ്റെ നഷ്ടപ്പെട്ട പിതാവായും ദൈവമായും കണ്ട അധ്യാപകൻ ആ പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചതിന് ആ നരാധമനെ മരണം വരെ ജീവപര്യന്തത്തിന് വിധിക്കുകയാണ് കോടതി. അങ്ങനെ ഇരിക്കെ ആ കേസിൽ ഒരു തെളിവില്ല എന്ന് പറയാൻ ഷാജൻ സ്കറിയക്ക് എന്താണ് അവകാശം എന്നാണ് എൻ്റെ ചോദ്യം. ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ശ്രീജിത്തിനെ വെളുപ്പിച്ചെടുക്കാൻ ഷാജൻ സ്കറിയ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഷാജൻ സ്കറിയ ഈ വിഷയത്തിൽ, ഈ പാലത്തായി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ പൊതുമണ്ഡലത്തോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് ഷാജനോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്.